യേശുവിൻ്റെ രൂപാന്തരീകരണമാണ് ഇന്നത്തെ സുവിശേഷ വിചാരം. ഒരു മലമുകളിൽ സംഭവിച്ച കാര്യങ്ങളെ നമുക്കൊരു 3 രീതിയിൽ ഒന്ന് വായിച്ചെടുക്കാം. ഒന്ന്, അവിടെ നിന്ന് കടന്നുപോയ തേജസ് എന്ന് പറഞ്ഞൊരു അനുഭവമുണ്ട്. ശരീരവും വസ്ത്രവും ഒക്കെ ഇങ്ങനെ വെണ്മയുള്ളതായി മാറി, പ്രകാശമുള്ളതായി മാറി. രണ്ട് പ്രവാചകന്മാർ, മോശയും ഏലിയായും അവനോടൊപ്പം സംസാരിക്കുക. മറ്റു ഭാഷാന്തരങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്, ജെറൂസലമിൽ പൂർത്തിയാക്കേണ്ട ബലിയെക്കുറിച്ച് അവനോട് സംസാരിച്ചു. മൂന്നാമതായിട്ട് ഒരു മേഘം വന്ന് അവരെ പൊതിഞ്ഞു. ആ മേഘത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, ഇവനെൻ്റെ പ്രിയപുത്രൻ. ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷന് സഹായിക്കുന്ന 3 വിചാരങ്ങളായിരുന്നു. ഒന്നൊരു ഇല്യൂംഡ് ബോഡി കോൺഷ്യസ്നസ് നമ്മൾ പറയുന്നത്, കുറച്ചുകൂടി ഒരു പ്രകാശമുള്ള ഒരു ശരീരബോധം സാധ്യമാണ്. ദിവസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, ദൈവം ഇങ്ങനെ കായനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിൻ്റെ മുഖം കെട്ടുപോയത്? പാപം നിൻ്റെ പടിവാതിക്കലുണ്ട്. ഇതൊക്കെ അഭിശുദ്ധികൾ നമ്മൾ ഉള്ളിക്കൊണ്ട് നടക്കുന്ന, അതനുസരിച്ച് കെട്ടുപോകുന്ന ഒരു ശരീരമുണ്ട്. ശരീരത്തിൻ്റെ ഒരു പ്രകാശ എന്ന് പറയുന്നൊരു മെഡിറ്റേഷൻ ഉണ്ട്. ശരീരത്തെ ഗൗരവമായിട്ട് എടുക്കാനുള്ളൊരു ക്ഷണമുണ്ട്. ബോഡി സീരീസ് നമ്മളിപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കുർബാന തന്നെ എന്താണ്? എൻ്റെ ശരീരം എടുത്ത് വായിച്ചു. എന്താണ് വെളിപാട് ദിവസം നമ്മൾ വായിച്ചു കേൾക്കുന്നത്? സൂര്യനെ വസ്ത്രമായി ധരിച്ചൊരു സ്ത്രീ. കുറെ കൂടി പ്രകാശമാനമായ ഒരു ശരീരസങ്കല്പ സാധ്യത. സ്വന്തം ഉടലിലെ പ്രകാശം ധ്യാനിക്കാത്തവർക്ക് ഇങ്ങനെ അപരൻ്റെ ശരീരം ധ്യാനിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നില്ല. 2, പിന്നെ ക്ലാരിറ്റിയാണ്. ജെറുസലമിൽ പൂർത്തിയാക്കേണ്ട ബലി എന്നൊരു കാര്യം അടിവരായിട്ട് വായിക്കണം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ സങ്കല്പങ്ങൾ ഇങ്ങനെ ഒഴിവാക്കേണ്ട കാര്യങ്ങളുടെ ഒരു പട്ടികയാണ്. ഇന്ന കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് ചില കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ കണ്ടെത്തുന്ന ഒരു സ്ട്രെങ്താണ്. കുറച്ചുകൂടി വ്യക്തത ലഭിക്കുക. വാചകന്മാരുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കുറേ കൂടി ക്ലാരിറ്റി കിട്ടിയ ജീവിതത്തെക്കുറിച്ച്. ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തത ആവശ്യമുണ്ട്. വിശേഷം നമ്മളെന്താ ചെയ്യേണ്ടതിനെക്കുറിച്ച്, നമ്മൾ എന്തിലാണ് ഏർപ്പെടുന്നതിനെക്കുറിച്ച്, ഒറ്റവാക്കി പറഞ്ഞ സ്വന്തം ദൈവവിളിയെക്കുറിച്ചൊക്കെ ഇതിനെ കുറച്ചുകൂടി ധാരണ ആവശ്യമുണ്ട്. എന്താണ് ദൈവം നമ്മളെന്ന് ആഗ്രഹിക്കുന്നത്? ഇതിങ്ങനെ ഉപയോഗിച്ച് ചിലപ്പോൾ കൗതുകം നഷ്ടപ്പെട്ടു പോയൊരു വാക്കായിരിക്കും. പക്ഷെ എല്ലാവർക്കും ഒരു ദൈവവിളിയുണ്ട്. കാരണം എല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ചോസനാണെന്നൊരു ഫാക്ട് കൊണ്ട് തന്നെ നമുക്ക് പലതിനെക്കുറിച്ചും വ്യാകുലപ്പെടേണ്ട ബാധ്യതയുണ്ട്, പലതിൽ ഇടപെടേണ്ട ബാധ്യതയുണ്ട്, പലതും അതിൻ്റെ ഒരു സെറ്റ് ബാക്കായിട്ട് സ്വീകരിക്കേണ്ട ഒരു വിധിയുണ്ട്. വേണ്ടത് ഒന്നാമതായിട്ട് ആകാശം അവനെ പൊതിഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവൻ. പക്ഷേ ഇത് മാത്രമാണ് യേശുവിൻ്റെ പ്രിയം. പലയിടങ്ങളിലായിട്ട് നമ്മൾ തന്നെ കേൾക്കുന്നുണ്ട്. ജ്ഞാനസ്നാനത്തിലൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. ഇങ്ങനെ പുഴയിൽ നിന്ന് വരുമ്പോൾ ഒരു മേഘം വന്നിട്ട് അവനെ പൊതിഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവൻ മൈപ്പുലവൻ. എൻ്റെ എന്ന് പറയുന്നൊരു കുഞ്ഞു വാക്കിൻ്റെ ആഴം, ഒരു ഇൻറ്റൻസിറ്റിയൊക്കെ നമുക്ക് ഇവിടെ നന്നായിട്ട് ബോധ്യപ്പെട്ട് കിട്ടും. ഗ്രാമറിൻ്റെയൊക്കെ ഒരു നിയമത്തിൽ അതൊരു പൊസസീവ് പ്രൊണൗൺ എന്നൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷെ ആ വാക്കുകളിന് സ്ട്രെങ്ത് ഉണ്ട്. സർവം ഭരിക്കുന്ന, സർവം കൈയാളുന്ന, സർവത്തിൻ്റെയും ഉടയവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഞാനെന്നുള്ള ധൈര്യത്തിലാണ് ഈ ചെറിയ മനുഷ്യന്, നമ്മുടെ സങ്കല്പങ്ങളിലെ ചെറിയ മനുഷ്യന്, എങ്ങുമെത്താത്ത മനുഷ്യന്, തോറ്റുപോയ മനുഷ്യന് ഒക്കെ ഇത്രയും ബലവും പ്രകാശവും വ്യക്തതയും ഒക്കെ അനുഭവിക്കുന്നത്. എല്ലാത്തിനും ഒടുവിലായിട്ട് ഒരു മേഘം വന്ന് പൊതിയും, എന്നിട്ട് പറയും മൈ ബിലവഡ്. അതാണ് ധൈര്യം. അല്ലെങ്കിൽ ഇതിനേക്കാൾ മീതെ എന്ത് ധൈര്യം ആവശ്യമുണ്ട്? ഞാൻ നിൻ്റേതാണ്. കുറേ കാലം മുമ്പ് ഒരു വ്യത്യസ്തമായൊരു പ്രകാശമൊക്കെ കിട്ടിത്തുടങ്ങിയിരുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നെ തൻ്റെ അപ്പൻ്റെ കടയിൽ എടുത്തു കൊടുക്കാനായിട്ട് സഹായിക്കുക. അപ്പോൾ അത് കൗണ്ട് ചെയ്യുന്നുണ്ട്. അയാൾ ഉപയോഗിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. 1 2 3 4 12 ബാരക്കെന്നോ ബാരെന്ന് നമ്മൾ പറയുന്നു, 13 തേരെന്ന് പറയുന്നു. പക്ഷേ ഈ 13 എത്തുമ്പോൾ പെട്ടെന്ന് ഈ മനുഷ്യൻ്റെ എണ്ണം തെറ്റിയാണ്. അയാൾ വീണ്ടും തുടങ്ങുന്നു, വീണ്ടും 13 തെറ്റുന്നു. കാരണം
ഈ പേരൊക്കെ ഒരു അർത്ഥം കൂടിയുണ്ട്. ഹി വാസ്. അയാളോട് തന്നെ ചോദിക്കുകയാണ്, ഞാൻ ആരുടേതാണ്? ഞാൻ നിൻ്റേതാണ്. അന്ന് അയാൾ ഈ പറഞ്ഞ അപ്പൻ്റെ കുണ്ടികശാല, പണിശാല, വ്യാപാരശാലയൊക്കെ വിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോവുകയാണ്. ഗുരുനാനാക്കിൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ആഭ്യന്തര അനുഭവമായിട്ടാണ് ഇത് നമ്മൾ ഓർമ്മിച്ചെടുക്കുന്നത്. ഞാൻ നിൻ്റേതാണ്. ടോട്ടലി യൂസ്. അങ്ങനെ ഒരു കത്തെഴുതി എന്ന് അവസാനിപ്പിച്ചിരുന്നൊരു പോപ്പുണ്ടായിരുന്നു, ജോൺ പോൾ സെക്കൻഡ്. ഒരു രൂപാന്തരീകരണ സാധ്യമാണ്. എപ്പോഴും രണ്ട് സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ നമുക്കിങ്ങനെ പുഴുക്കളെ കണക്ക് കടന്നു പോകാം, അല്ലെങ്കിൽ ശലഭമായി ഉയരുകയും ഉണരുകയും ചെയ്യാം. അങ്ങനെ